എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ PSC ഇനി നടത്താനിരിക്കുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡിഗ്രി പ്രിലിംസ് ഉൾപ്പെടെയുള്ള PSC എക്സാമിന് ഉപകരിക്കുന്ന വീഡിയോ ആണ്. ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം PSC എക്സാമിൻ്റെ പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട്. പുതിയ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. PSC ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നമ്മുടെ ചാനലിലെ വീഡിയോ സഹായിക്കും. ഡിഗ്രി പ്രിലിംസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉൾപ്പെടുന്ന വീഡിയോയും മുൻപ് നടന്നിട്ടുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാം വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1911 ചൈനീസ് വിപ്ലവത്തിൻ്റെ നേതാവായ സൺ യാത് സൺ ചൈനയുടെ പുനർനിർമ്മാണത്തിനായി ആവിഷ്കരിച്ച 3 തത്വങ്ങൾ ഏതൊക്കെയാണ്? 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവായ സൺ യാത് സൺ ചൈനയുടെ പുനർനിർമ്മാണത്തിനായി ആവിഷ്കരിച്ച 3 തത്വങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന 1857 മഹത്തായ കലാപവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് കണ്ടെത്തുക. 1857 കലാപത്തെ വിശേഷിപ്പിക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ കലാപവുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്വസ്റ്റ്യൻ. നമുക്ക് പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. ദേശീയവാദികൾ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിച്ചു. കലാപകാരികൾ അവരുടെ പ്രധാന നേതാവായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം വഹിച്ചത് നാനാ സാഹിബ് ആയിരുന്നു. ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ 1, 2, 3, 4 പ്രസ്താവനകളും ശരിയാണ്. ഓർത്തിരിക്കുക, 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. കലാപകാരികൾ അവരുടെ പ്രധാന നേതാവായിട്ട് പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം വഹിച്ചത് നാനാ സാഹിബ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് കണ്ടെത്തുക. ഗേഡ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നു. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ചു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവനകളിൽ 2, 4 പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ചു. സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിലെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ ആയിട്ട് വരുന്നത് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, കെ കേളപ്പൻ അറസ്റ്റിലായതിനെ തുടർന്ന് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ആൻസർ ആയിട്ട് വരുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. കെ കേളപ്പൻ അറസ്റ്റിലായതിനെ തുടർന്ന് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മൊയ്യാരത്ത് ശങ്കരൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻവാലാബാഗ് ദുരന്തവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് കണ്ടെത്തുക. ബ്രിട്ടീഷ് സൈനിക മേധാവിയായ ജനറൽ ഡയർ ആണ് നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ വെടിവയ്ക്കാൻ ഉത്തരവിട്ടത്. ഹരിയാനയിലെ കുരുക്ഷേത്രത്തിലാണ് ഈ സംഭവം നടന്നത്. ഡോക്ടർ സൈഹുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ ജാലിയൻവാലാബാഗ് മൈതാനത്ത് സമ്മേളിച്ചത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് സമ്മാനിച്ച സർ പദവി ബ്രിട്ടീഷുകാർക്ക് തന്നെ തിരിച്ചു നൽകി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത്
പ്രസ്താവന 1, 3, 4 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. 1, 3, 4 ഏതൊക്കെയാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്താവനകളാണ്. അതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സൈനിക മേധാവിയായ ജനറൽ ഡയർ ആണ് ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാനായിട്ട് ഉത്തരവിട്ടത്. അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ ജാലിയൻവാലാബാഗിൽ സമ്മേളിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ജാലിയൻവാലാബാഗ് മൈതാനത്ത് ജനങ്ങൾ സമ്മേളിച്ചത്? ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്നീ നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച്. അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി തിരിച്ചു നൽകി. അടുത്ത ക്വസ്റ്റ്യൻ, ആക്സിയം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഈ ദൗത്യത്തിന്റെ വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ ആയിരുന്നു. മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ ആയിരുന്നു. സുനിത വില്യംസ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് എത്തിച്ചേർന്നു. ബുച്ച് വിൽമോർ എന്ന അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും ഈ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് എത്തിച്ചേർന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ, അതായത് ആക്സിയം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ദൗത്യത്തിന്റെ വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ ആയിരുന്നു. മിഷൻ കമാൻഡർ പെഗ്ഗി വിൽസൺ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബാബർ ബെൽറ്റിന് സമാന്തരമായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയുള്ള ചതുപ്പ് നിലം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ടെറായി. ബാബർ ബെൽറ്റിന് സമാന്തരമായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയുള്ള ചതുപ്പ് നിലമാണ് ടെറായി. അടുത്ത ക്വസ്റ്റ്യനും ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ വളരെ പഴക്കം ചെന്ന സ്ഫടികീയ കായാന്തരിത ശിലകൾ അപക്ഷയ പ്രക്രിയയ്ക്ക് വിധേയമായി രൂപപ്പെട്ടത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചുവന്ന മണ്ണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ വളരെ പഴക്കം ചെന്ന സ്ഫടികീയ കായാന്തരിത ശിലകൾ അപക്ഷയ പ്രക്രിയയ്ക്ക് വിധേയമായി രൂപപ്പെട്ടതാണ് ചുവന്ന മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശൈത്യമേഖലയിലെ തുണ്ട്ര പ്രദേശങ്ങളിലെ നാടോടി ഗോത്ര വിഭാഗം. ശൈത്യമേഖലയിലെ തുണ്ട്ര പ്രദേശങ്ങളിലെ നാടോടി ഗോത്ര വിഭാഗം സാമോയിഡുകളാണ് ആൻസർ ആയിട്ട് വരുന്നത്. ശൈത്യമേഖലയിലെ തുണ്ട്ര പ്രദേശങ്ങളിലെ നാടോടി ഗോത്ര വിഭാഗമാണ് സാമോയിഡുകൾ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിമന്റ്, കടലാസ് ഉൽപ്പന്നങ്ങൾ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയവയിൽ കാണുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ISI മാർക്ക്. സിമന്റ്, കടലാസ് ഉൽപ്പന്നങ്ങൾ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയവയിൽ കാണുന്നതാണ് ISI മാർക്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കടലിൽ നിന്ന് ഈർപ്പാംശം നിറഞ്ഞ കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുകയും പർവ്വത ചെരുവുകളിൽ ഉയർന്നു പൊങ്ങി എന്തിന് കാരണമാകുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ശൈല വൃഷ്ടിക്കാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ശൈല വൃഷ്ടി. കടലിൽ നിന്ന് ഈർപ്പാംശം നിറഞ്ഞ കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുകയും പർവ്വത ചെരുവുകളിൽ ഉയർന്നു പൊങ്ങി ശൈലവൃഷ്ടിക്ക് കാരണമാകുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ ബ്രിക്സ് സംഘടനയിൽ അംഗമായി ചേർക്കപ്പെട്ട രാജ്യം. 2024 ജനുവരിയിൽ ബ്രിക്സ് സംഘടനയിൽ അംഗമായി ചേർക്കപ്പെട്ട രാജ്യമാണ് ഈജിപ്റ്റ്. ഈജിപ്റ്റാണ് 2024 ജനുവരിയിൽ ബ്രിക്സ് സംഘടനയിൽ അംഗമായി ചേർക്കപ്പെട്ട രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? നബാർഡ് 1982 രൂപീകരിക്കപ്പെട്ടു. നബാർഡ് പ്രധാനമായും കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്കായുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ടതാണ്. നബാർഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സഹായ സ്ഥാപനമാണ്.
ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. നബാർഡ് 1982 രൂപീകരിക്കപ്പെട്ടു. കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്കുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ടതാണ് നബാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായത് തെരഞ്ഞെടുക്കുക. ഇരുമ്പയിര് ഇന്ത്യയിലെ പ്രധാന ധാതുവാണ്. കേരളത്തിൽ ധാരാളമായി ലഭിക്കുന്ന ധാതു ഇൽമനൈറ്റ് ആണ്. ബോക്സൈറ്റ് പ്രധാനമായും ആന്ധ്രാപ്രദേശിലാണ് ലഭിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരി തന്നെയാണ്. 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഇരുമ്പയിര് ഇന്ത്യയിലെ പ്രധാന ധാതുവാണ്. കേരളത്തിൽ ധാരാളമായി ലഭിക്കുന്ന ധാതുവാണ് ഇൽമനൈറ്റ്. ബോക്സൈറ്റ് പ്രധാനമായും ആന്ധ്രാപ്രദേശിലാണ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായത് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിക്കപ്പെട്ടു. അത് ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റിസർവ് ബാങ്ക് 1935 സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 5 ഇയർ പ്ലാൻസ് സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? പഞ്ചവത്സര പദ്ധതിയുമായി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യ പദ്ധതി 1951 ആരംഭിച്ചു. 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. അത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ ചെയർമാൻ ആയിരുന്നു. അതും കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. 12ാം പദ്ധതിയിലെ പ്രധാന ലക്ഷ്യം വേഗതയാർന്നതും ഉൾക്കൊള്ളുന്നതുമായ വളർച്ച ആയിരുന്നു. ഫാസ്റ്റർ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു. 12ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വേഗതയാർന്നതും ഉൾക്കൊള്ളുന്നതുമായ വളർച്ച ആയിരുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നും തന്നെ തെറ്റായ പ്രസ്താവനകൾ ഇല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യ ചെയർമാൻ പഞ്ചവത്സര പദ്ധതിയുടെ. 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 12ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഫാസ്റ്റർ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു. ശരിയായത് തെരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1960കളിലാണ്. ആ പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഹരിത വിപ്ലവം ആരംഭിച്ചത് 1960ലാണ്. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം വ്യവസായ വളർച്ചയായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം കൃഷിയായിരുന്നു. അപ്പൊ ആ പ്രസ്താവന തെറ്റായിട്ടാണ് വരുന്നത്. MS സ്വാമിനാഥൻ ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രമുഖ ശാസ്ത്രജ്ഞനാണ്. ആ പ്രസ്താവന ശരിയാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനയാണ് അവിടെ ശരിയായിട്ടുള്ളത്. ഹരിത വിപ്ലവം ആരംഭിച്ചത് 1960ലും MS സ്വാമിനാഥൻ എന്ന പ്രമുഖ ശാസ്ത്രജ്ഞൻ ഹരിത വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ശാസ്ത്രജ്ഞനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്ത്? PM കിസാൻ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്ത്? ആൻസർ ആയിട്ട് വരുന്നത് ചെറുകിട കർഷകർക്ക് നേരിട്ടുള്ള വരുമാന സഹായം. ചെറുകിട കർഷകർക്ക് നേരിട്ടുള്ള വരുമാന സഹായമാണ് പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടി ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഡൽഹിയിലാണ് ഇന്ത്യയിൽ G20 ഉച്ചകോടി സംഘടിപ്പിച്ചത്. അടുത്ത സെക്ഷൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്നുള്ളതാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 42ാം ഭരണഘടനാ ഭേദഗതി. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയിൽ താഴെ പറയുന്നവയിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു?
ആൻസർ ആയിട്ട് വരുന്നത് കൺകറന്റ് ലിസ്റ്റ് ആണ്. വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റ് വിഭാഗത്തിലാണ് വരുന്നത്. തദ്ദേശ ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തുങ്കൻ കമ്മിറ്റി. തദ്ദേശ ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷനാണ് തുങ്കൻ കമ്മിറ്റി. ഭരണഘടനയുടെ 10ാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടത് ഏതാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ ആയിട്ട് വരുന്നത് കൂറുമാറ്റ നിരോധന ബിൽ. ഭരണഘടനയുടെ 10ാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടത് കൂറുമാറ്റ നിരോധന ബിൽ. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായിയാണ് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ ആണ് 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി. മുൾബറി എന്ന പ്രശസ്തമായ നോവലിന്റെ രചയിതാവ് താഴെ പറയുന്നവയിൽ ആരാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബെന്യമൻ. മുൾബറി എന്ന പ്രശസ്തമായ നോവലിന്റെ രചയിതാവാണ് ബെന്യമൻ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.